കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലെ വ്യാപാര സമുച്ചയത്തിലെ തീപിടുത്തത്തിൽ കേസെടുത്ത പോലീസ്. കോഴിക്കോട് കസബ പോലീസാണ് കേസെടുത്തത്. അതേസമയം അപകടത്തിന്റെ കാരണം കണ്ടെത്താൻ സ്ഥലത്ത് പോലീസ് അന്വേഷണം നടത്തി. ജില്ലാ ഫയർഫോഴ്സ് ഓഫീസറുടെ നേതൃത്വത്തിലായിരിക്കും പരിശോധന. പ്രാഥമിക പരിശോധനാ റിപ്പോർട്ട് ഇന്ന് തന്നെ ജില്ലാ കളക്ടർക്ക് നൽകും. 2 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ കളക്ടർക്ക് ചീഫ് സെക്രട്ടറി എ ജയതിലകം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് അന്വേഷണം. നഗരത്തെ മണിക്കൂറുകളോളം ആശങ്കയിലാഴ്ത്തി ഇന്നലെ വൈകിട്ടുണ്ടായ തീപിടുത്തത്തിൽ കാലിക്കറ്റ് ടെക്സ്റ്റൈൽസിന്റെ വസ്ത്ര ഗോഡൌണും തൊട്ടടുത്ത PRC മെഡിക്കൽ ഷോപ്പുമാണ് പൂർണ്ണമായി കത്തിയെരിഞ്ഞത്. കാലിക്കറ്റ് ഫാഷൻ ബസാർ എന്ന സ്ഥാപനവും ഭാഗികമായി കത്തിനശിച്ചു. വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നുണ്ട്. റിയാസ്, പരിശോധനയൊക്കെ ഇപ്പോൾ പൂർത്തിയായി വരികയാണോ? എന്താണ് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുന്നത്? കാർത്തു, പരിശോധന വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിലുള്ള പരിശോധന തുടർന്നു വരികയാണ് എന്ന് മാത്രമാണ് പറയാൻ സാധിക്കുക. കാരണം പ്രധാനപ്പെട്ട പരിശോധന നടത്തേണ്ടത് ജില്ലാ ഫയർ ഓഫീസറാണ്. അദ്ദേഹം ഉച്ചയ്ക്ക് മുൻപ് എത്തുമെന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതിന് മുന്നോടിയായി തന്നെ അഗ്നിരക്ഷാസേനയുടെ ഒരു ടീം വന്ന് ഒരു പ്രാഥമികമായ ഒരു പരിശോധന നടത്തിയിട്ടുണ്ട്. പക്ഷെ അത് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന്റെ ഭാഗമായിട്ടല്ല. എന്തെങ്കിലും വസ്തുക്കൾ ഇവിടെ കൂടുതലായി ഇനി കുടുങ്ങിക്കിടക്കുന്നുണ്ടോ മറ്റു കാര്യങ്ങളാണ് പ്രധാനമായും അവർ പരിശോധിച്ചത്. കാരണം ഇന്നലെ ഈ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഇന്ന് പുലർച്ചെയാണ് ഈ തീ പുലർച്ചെ 3 മണിയോടുകൂടിയാണ് ഈ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടങ്ങളിൽ എന്തെങ്കിലും മറ്റ് സാധനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ, എന്തെങ്കിലും ഇനിയും നടത്താനുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് പ്രാഥമികമായി അഗ്നിരക്ഷാസേന പരിശോധന നടത്തിയത്. മറ്റൊന്ന് പോലീസിന്റെ സംവിധാനമാണ്. പോലീസും ഒരു പ്രാഥമികമായ ഒരു പരിശോധന നടത്തി. പോലീസ് ഇക്കാര്യത്തിൽ കേസെടുത്തിട്ടുണ്ട്. ഫയർ ഓക്കറൻസിനാണ് കേസെടുത്തിരിക്കുന്നത്. കാരണം വലിയ തീപിടുത്തം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന്റെ കാര്യകാരണങ്ങളിലേക്ക് ഒരു അന്വേഷണം നടത്തുക എന്ന നടപടിക്രമത്തിന്റെ ഭാഗമായാണ് ഈ പുതിയ ബസ് സ്റ്റാൻഡ് സമുച്ചയത്തിലുള്ള ഈ തീപിടുത്തത്തിൽ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇതിന്റെ ഇൻഷുറൻസ് ഉൾപ്പെടെ ലഭ്യമാകുന്നതിന് കാര്യങ്ങൾ നീക്കണമെങ്കിൽ പോലീസിന്റെ ഈ പരിശോധന കൂടി അനിവാര്യമാണ്. അതിന്റെ ഒരു ഭാഗം കൂടിയാണ് ഈ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ കണ്ടത് പുതിയ ബസ് സ്റ്റാൻഡ് അകത്തെ ഭാഗമാണെങ്കിൽ ഇവിടെ പുറത്ത് ഉള്ള ഭാഗം ഈ പകൽ ദൃശ്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാഴ്ചയാണ്. ഇവിടെയെല്ലാം തന്നെ വലിയ തോതിൽ ഈ അഗ്നിക്കിരയായി അവശിഷ്ടങ്ങൾ വീണ് കിടക്കുന്ന ഒരു സാഹചര്യമാണ്. ആ ഒരു മെഡിക്കൽ ഷോപ്പിന്റെ, മരുന്ന് ഷോപ്പിന്റെ ഒക്കെ ബോർഡ് ഉൾപ്പെടെ തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഒരു കാഴ്ചയുണ്ട്. തൊട്ട് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഈ ഒരു ഭാഗം, ഈ ഒരു വഴിയുടെ ഭാഗത്തെല്ലാം തന്നെ പൂർണ്ണമായും അഗ്നിക്കിരയായി അത് നശിച്ച ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഏറ്റവും മുകളിൽ ഈ തുണിത്തരങ്ങൾ ഒക്കെ, യൂണിഫോമിന്റെ വിവിധ നിറങ്ങളിലുള്ള തുണിത്തരങ്ങൾ കത്തിയമർന്ന് കിടക്കുന്ന ഒരു കാഴ്ച നമുക്ക് ഈ ഭാഗത്തൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. വളരെയധികം ഒരു വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ്. യൂണിഫോമിന്റെ വിവിധ ഡിസൈനുകളിലുള്ള തുണികൾ കത്തി അമർന്ന് താഴേക്ക് ഇങ്ങനെ വീഴാൻ നിൽക്കുന്ന ഒരു സാഹചര്യം. പലതും ഉള്ളിലൊക്കെ ഉരുകി നശിച്ച ഒരു കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണാൻ കഴിയുന്നുണ്ട്. കബോർഡുകളിൽ അടക്കി വെച്ചിരിക്കുന്ന മീറ്റർ കണക്കിന് നീളമുള്ള തുണിത്തരങ്ങൾ നമുക്ക് ഇവിടെ നിന്നും കാണാൻ സാധിക്കുന്നുണ്ട്. AC വെന്റിലേഷനുകളെല്ലാം തന്നെ തകർന്ന കാഴ്ച നമ്മൾ നേരത്തെ കണ്ടതാണ്. അങ്ങനെ വളരെയധികം ദൗർഭാഗ്യകരമായ ഒരു തീപിടുത്തമാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിൽ നിലവിൽ ഇനിയിപ്പോൾ പരിശോധന പ്രധാനമായും അടുത്ത ഘട്ടത്തിൽ നടക്കുന്നത് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ പരിശോധനയാണ്. KSEB അധികൃതർ എത്തി ഇവിടുത്തെ വൈദ്യുതി പുനഃസ്ഥാപിക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് സമീപത്തുണ്ടായ അപകടത്തിൽ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് ശേഷമേ തീപിടുത്തവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകൂ. എന്താണ് ഇതിനുള്ള കാരണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനിയും ലഭ്യമാകേണ്ടതുണ്ട്.